ആ കാലഘട്ടത്ത് യഹോവയായ ദൈവത്തിന് യാഗവഴിപാടാണ് പ്രസാദകരം. കയ്യിന് വേണമെങ്കിൽ തനിക്ക് ഉള്ള സമ്പത്തിൽ നിന്നും ആ കൊണ്ടുവന്ന നിലത്തിലെ വിളവിൽ അത് വിറ്റ് യഹോവയായ ദൈവത്തിന് വഴിപാട് യാഗമായി ചെയ്യാമായിരുന്നു. കാളക്കുട്ടിയെ വഴിപാടായി കൊടുക്കുന്നവരുണ്ട്, ആട്ടിൻകൊറ്റിനെ വഴിപാടായി കൊടുക്കുന്നവരുണ്ട്. അതിനൊന്നിനും കഴിയാത്തവർ ഒരു കുറുപ്രാവിനെങ്കിലും യാഗം ചെയ്യാറുണ്ട്. കയീൻ അതിന് തയ്യാറായില്ല. ഹാബേൽ യാഗപീഠമൊരുക്കി മേധസ്സുള്ള ആട്ടിൻകൊറ്റനെ രണ്ടായി നെടുകെ കീറി യഹോവയായ ദൈവത്തിന് യാഗമർപ്പിച്ചു. ഹാബേലിൻ്റെ യാഗം ദൈവം ആസ്വദിച്ചു. ആ സുഗന്ധം ദൈവം അതീവ സന്തോഷത്തോടെ സ്വീകരിച്ചു. യഹോവയായ ദൈവം കയീന്റെ വഴിപാട് നിരസിച്ചതിൽ കയീൻ കോപാകുലനായി തന്ത്രപൂർവം തൻ്റെ അനുജനായ ഹാബേലിനെ തൻ്റെ നിലത്തിൽ കൃഷിയിടത്തിൽ കൊണ്ടുപോയി കയ്യിലിരുന്ന ആയുധം കൊണ്ട് തൻ്റെ അനുജനായ ഹാബേലിനെ തലങ്ങും വിലങ്ങും വെട്ടി. ഹാബേൽ ആ നിലത്ത് കിടന്ന് പിടയുന്നു. ഹാബേലിന്റെ രക്തം നിലത്തിലാകെ ഒഴുകി. ഹാബേൽ മരിച്ചു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം. സ്വന്തം സഹോദരനെ നിർദാക്ഷിണ്യം വെട്ടിക്കൊന്നു. ഇതല്ലേ ഇന്നും നടക്കുന്നത്? പകയും ചതിയും കൊണ്ടാദ്യത്തെ മനുഷ്യൻ വിജയം നേടി. പകയും ചതിയും കൊണ്ടാദ്യത്തെ മനുഷ്യൻ വിജയം നേടി. യുഗപരിണാമ ചരിത്രം ആദ്യം മനുഷ്യൻ. യുഗപരിണാമ ചരിത്രം ആദ്യം മനുഷ്യൻ. പകയും ചതിയും കൊണ്ടാദ്യത്തെ മനുഷ്യൻ വിജയം നേടി. പകയും ചതിയും കൊണ്ടാദ്യത്തെ മനുഷ്യൻ വിജയം നേടി. യുഗപരിണാമ ചരിത്രം ആദ്യം മനുഷ്യൻ. യുഗപരിണാമ ചരിത്രം ആദ്യം